ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നേക്കുന്ന ഒരു അടിപൊളി കേസരിയുടെ റെസിപ്പി ആയിട്ടാട്ടോ ഗായ്സ്. അപ്പോൾ ഗായ്സ്, നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമ്മളൊരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായി ഒന്ന് ചൂടായി വരുന്ന ടൈമിൽ നമ്മളിവിടെ 1 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. അത് നന്നായി ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ നെയ്യൊക്കെ നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ മുന്തിരി, അതാണ് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് നന്നായി ഒന്ന് വറുത്ത് കോരാട്ടോ. അത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഇത്തിരി കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഇത്തിരി അധികം ആയിട്ട് എടുക്കാം. നമ്മളിവിടെ കുറച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത് കൊണ്ട് കുറച്ചാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഇനി നമ്മളിത് ഓൾറെഡി വറുത്ത് വെച്ചേക്കുന്ന റവയാട്ടോ, നമ്മൾ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട്. അപ്പോൾ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി ഏകദേശം ഒന്ന് ആയി വരുന്ന ടൈമിൽ നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന റവയും കൂടെ ഒന്നും കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. ഈ ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ നന്നായിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഏകദേശം നമ്മുടെ റവയൊക്കെ ഒന്ന് നന്നായി വറുത്തായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. മധുരം കുറവുള്ളവർക്ക് കുറവ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ കേസരിക്ക് ഒരു യെല്ലോ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റവയ്ക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി എടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ വെള്ളമൊക്കെ നന്നായി തിളച്ച് വറ്റാൻ തുടങ്ങും. അപ്പോൾ നന്നായി ഒന്ന് ഇതുപോലെ ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. ഒരു തെരിയും കൂടെ വെള്ളം വറ്റാനുണ്ട്. ഇത് നല്ലതുപോലെ ഇളക്കി മിക്സ് ആക്കി എടുക്കാം. അങ്ങനെ നമ്മൾ കേസരി ഏതാണ്ട് ഇവിടെ റെഡി ആവാറായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരിവൊക്കെ കണ്ട ഈ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് പോരണ പരിവൊക്കെ ആകുമ്പോൾ നമ്മുടെ കേസരി റെഡി ആയിട്ടുണ്ട്. നമ്മളത് അതിലേക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ട് ഇഷ്ടമുള്ള പോലെ നമുക്ക് മുറിച്ചെടുക്കാം. ഇവിടെ ഒരു ചെറിയ പാത്രത്തിലാക്കിയതിന് ശേഷം നമ്മളത് പ്ലേറ്റിലേക്ക് ആക്കാട്ടോ ചെയ്തേക്കുന്നത്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഒരു അടിപൊളി കേസരിയുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ പെട്ടെന്ന് നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ എല്ലാവർക്കും ബൈ ബൈ.